സർക്കാരുകളെ ഓഡിറ്റ് ചെയ്യുക, അതിൻ്റെ പ്രവർത്തനങ്ങളിലുള്ള സർക്കാരുകളുടെ പ്രവർത്തനങ്ങളിലുള്ള പിശകുകൾ ചൂണ്ടിക്കാണിക്കുക, മനുഷ്യരുടെ ഭാഗത്തു നിന്ന് അവരുടെ കാര്യങ്ങൾ സമൂഹത്തിൻ്റെ ചിന്തയിലേക്ക് കൊണ്ടുവരിക, സമൂഹത്തിലെ ട്രെൻഡുകൾ മനസ്സിലാക്കി അത് മനുഷ്യരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അങ്ങനെ മാധ്യമങ്ങളുടെ പണി പലതാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൽ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത് സർക്കാരുകളെ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം സർക്കാർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് മെഷീനറി എന്ന് പറയുന്നത് പലപ്പോഴും ജനവിരുദ്ധമാകാനുള്ള ഒരു സാധ്യത അതിൻ്റെ സ്ട്രക്ചറിൽ തന്നെ ഉണ്ട്. നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നത് ഈ സർക്കാരും അതല്ലെങ്കിൽ സ്റ്റേറ്റും പൗരനും തമ്മിലുള്ള ഇടപാടുകളിൽ പൗരൻ്റെ ഒപ്പം നിൽക്കാനും സ്റ്റേറ്റ് എന്ന് പറയുന്ന സംവിധാനം പൗരനെ സേവിക്കുന്നതാണ് എന്ന് ഉറപ്പുവരുത്താനുമുള്ള സംവിധാനമാണ് നമ്മുടെ ഭരണഘടനയിലുള്ളത്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ വളരെ സവിശേഷമായ ഒരു കർമ്മമാണ് നമ്മുടെ ജനാധിപത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്തുള്ള പലപ്പോഴും നമ്മുടെ നാട്ടിൽ മാധ്യമങ്ങൾ സ്വാതന്ത്ര്യത്തിന് ശേഷം മാധ്യമങ്ങൾ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ ഏറ്റവും അവസാനത്തെ ആളുകളിലേക്ക് വരെ എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം ജനാധിപത്യം എന്നുള്ളത് പലപ്പോഴും ഇന്ത്യക്കാർക്ക് അത്ര പരിചയമുള്ള ഒരു കാര്യമായിരുന്നില്ല. നമ്മൾ പ്രധാനമായിട്ടും പ്രിൻസ്ലി സ്റ്റേറ്റുകൾ രാജ്യങ്ങളായിരുന്നു നമ്മുടേത്. രാജാവിൻ്റെയും ചക്രവർത്തിമാരുടെയും കുട്ടി രാജാക്കന്മാരുടെയൊക്കെ ഭരണത്തിൽ കഴിഞ്ഞ രാജ്യങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ള മിക്കവാറുമുള്ളത്. അവരോട് ജനാധിപത്യ രീതിയിൽ ഭരണാധികാരം ജനങ്ങളുടേതാണ്, അവർ തിരഞ്ഞെടുക്കുന്ന ആളുകളാണ് അവരെ ഭരിക്കേണ്ടത് എന്നുള്ള തരത്തിലുള്ള ഒരു ആശയം മനുഷ്യരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ വളരെ വലിയ ഒരു പ്രോസസ്സായിരുന്നു. അതിൽ മാധ്യമങ്ങൾ അവരുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നുള്ളതാണ് വസ്തുത. നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികം കഴിഞ്ഞു. നമ്മളിപ്പം ഇന്ത്യ റിപ്പബ്ലിക്കായതിൻ്റെ 75-ാമത്തെ വാർഷികവും കഴിഞ്ഞു. ഇന്നിപ്പം നമ്മൾ സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന അഡോപ്റ്റ് ചെയ്യുന്ന 76-ാമത്തെ വാർഷികമാണ്. 1949 നവംബർ 26-നാണ് നമ്മുടെ ഭരണഘടന ഔദ്യോഗികമായിട്ട് നമ്മൾ അംഗീകരിച്ചത്. അത് നിലവിൽ വന്നത് ജനുവരി 26-ന്. അപ്പം വളരെ പരമപ്രധാനമായ ഒരു പണിയാണ് മാധ്യമങ്ങളുടേത്. കാരണം ജനാധിപത്യത്തിന് അർത്ഥമുണ്ടാകുന്നത് ജനങ്ങൾ കാര്യങ്ങൾ ശരിയായി അറിഞ്ഞ് വിലയിരുത്തി അവർ തീരുമാനങ്ങൾ എടുക്കുമ്പോഴാണ് അത് ജനവിധി ആയി മാറുന്നത്. ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാരുകളെ വിലയിരുത്തുക, സർക്കാരുകളെ ഓഡിറ്റ് ചെയ്യുക, അവരുടെ ഭാഗത്തു നിന്നുള്ള പിഴവുകളെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് കേരളത്തിൽ കുറച്ചു കാലമായി നമ്മൾ കണ്ടുവരുന്നത് സർക്കാരിനെ ഓഡിറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഓഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിന് ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ്സിനെതിരെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു സർക്കാർ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നിയമമുണ്ട്, നമ്മുടെ ഭരണഘടനയുണ്ട്, കീഴ്വഴക്കങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓഡിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മൾ വിലയിരുത്തുകയും മാധ്യമങ്ങൾ വിലയിരുത്തുകയും അത് നമ്മുടെ നാട്ടിലെ സാധാരണ പൗരന്മാർ അവരാണ് അവകാശികൾ. അവരോട് ഇന്ന കാര്യങ്ങളാണ് സർക്കാർ കാണിച്ചു കൊണ്ടിരിക്കുന്നത്, ഇന്ന കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ശരിയാകാൻ സാധ്യതയുണ്ട്, ഇന്നതൊക്കെ തെറ്റാകാൻ സാധ്യതയുണ്ട്, ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം എന്ന് പൗരന്മാരോട് പറയുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ട് മാധ്യമങ്ങളുടെ ധർമ്മം. നമ്മൾ പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഞാനൊരു കേരളത്തിലും ജീവിക്കുന്ന ഒരു പൗരനെന്ന നിലയ്ക്ക് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറച്ചു കാലമായിട്ട് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ കേരളത്തിലെ സംസ്ഥാന സർക്കാരിനോട് ഒരുതരം ശത്രുതാപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നതാണ്. ഇതിൻ്റെ അകത്ത് കേരളത്തിലെ അധികാരത്തിലിരിക്കുന്ന സർക്കാരിനോട് വ്യക്തിപരമായോ രാഷ്ട്രീയമായോ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ ധാരാളമുള്ള നാടാണ് നമ്മുടേത്. ഇനിയിപ്പോൾ സർക്കാരിനോട് ആഭിമുഖ്യമുണ്ടെങ്കിൽ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളോട് ഏതെങ്കിലും പ്രത്യേക പ്രവർത്തനങ്ങളോട് എതിർപ്പുള്ള മനുഷ്യർ ധാരാളമുണ്ട്. കാരണം അത് അങ്ങനെയാണ് ജനാധിപത്യം പ്രവർത്തിക്കുന്നത്. അതൊക്കെ അവരെയൊക്കെ എൻഗേജ് ചെയ്യാൻ സർക്കാരിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. സർക്കാരിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഉത്തരവാദിത്വമുണ്ട്. അവരുടെ ശബ്ദം കേൾക്കാനും അവർ പറയുന്നതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്ന് കണക്കാക്കാനും ഒക്കെ ജനാധിപത്യത്തിൽ മനുഷ്യർക്ക് അവകാശമുണ്ട്. പക്ഷേ അതിൻ്റെ പ്രൈമറി ആയിട്ടുള്ള കാര്യം മനുഷ്യർ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. വസ്തുതകൾ മനുഷ്യരെ ബോധ്യപ്പെടുത്തി തീരുമാനം അവർക്ക് വിട്ടുകൊടുക്കുക എന്നുള്ള ഒരു കാര്യം മാധ്യമങ്ങൾ പലപ്പോഴും മറന്നു പോകുന്നു എന്നുള്ളതാണ് എൻ്റെ ഇക്കാര്യത്തിലുള്ള വിമർശനം. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഏറ്റവും അവസാനം കാണുന്ന ഒരു ഉദാഹരണം എന്നുള്ളത് നമ്മുടെ നാട്ടിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അതിദാരിദ്ര്യ
ആയി കേരളത്തെ പ്രഖ്യാപിക്കുന്ന പദ്ധതിയാണ്. ഇതൊരു വലിയ സംഭവമായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണണമെന്നില്ല. ഏകദേശം 64,000 കുടുംബങ്ങളെ കണ്ടെത്തി. അതിൻ്റെ അകത്തുനിന്നും എല്ലാ തട്ടിക്കിഴിക്കലും കഴിഞ്ഞ് 59,000 ചില്ലറ കുടുംബങ്ങൾ, അതുതന്നെ പലതും ഒറ്റ മനുഷ്യൻ മാത്രമുള്ള കുടുംബങ്ങളാണ്. അങ്ങനെ 1,00,000-ലധികം മനുഷ്യരെ അതിദാരിദ്ര്യ വിമുക്തരാക്കി എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ അവകാശവാദം. ഇതിനെ ക്രിട്ടിക്കലായിട്ട് ഓഡിറ്റ് ചെയ്യാൻ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്, അതിനുള്ള അവകാശവുമുണ്ട്. ഈ പറയുന്ന 64,000 കുടുംബങ്ങൾ മാത്രമേ നമ്മുടെ നാട്ടിലുള്ളൂ. എന്താണ് ഇതിൻ്റെ ക്രൈറ്റീരിയ? ഇതൊക്കെ മനുഷ്യരോട് പറയാനുള്ള ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്കുണ്ട്. നമ്മൾ കണ്ട വിചിത്രമായിട്ടുള്ളൊരു കാര്യം, ഇത് നവംബർ 1 സർക്കാർ പ്രഖ്യാപിക്കുമ്പോൾ ഒക്ടോബർ 31 തീരുമാനിച്ച് നവംബർ 1 പ്രഖ്യാപിച്ചൊരു പദ്ധതി അല്ല ഇത് കഴിഞ്ഞ 2021 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന ആദ്യത്തെ മന്ത്രിസഭാ യോഗം തുടങ്ങി ഇതിനുള്ള പദ്ധതികൾ തുടങ്ങിയെന്നാണ് മുഖ്യമന്ത്രി മറ്റ് മന്ത്രിമാർ നമ്മളോട് പറയുക. അതിന് ഉപോത്ബലകമായിട്ടുള്ള പല രേഖകളും നമ്മുടെ പബ്ലിക് ഡൊമൈനിലുണ്ട്. 1921 ഒക്ടോബറിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു സമഗ്രമായിട്ടുള്ള ഒരു രേഖ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന സംസ്ഥാന സർക്കാരിൻ്റെ സ്ഥാപനം പുറത്തുവിടുന്നത്. അതിൽ എങ്ങനെയാണ് ഈ പദ്ധതി എന്താണ് എൻവിസാജ് ചെയ്യുന്നത്, എന്താണത് ഉദ്ദേശിക്കുന്നത്, അതെങ്ങനെയാണ് നടപ്പിലാക്കുക എന്നുള്ളതിനെക്കുറിച്ചൊക്കെ, അതിൻ്റെ മാനദണ്ഡങ്ങളും എങ്ങനെയാണ് ഇത് ആളുകളെ കണ്ടുപിടിക്കുന്നുള്ളത്, അതിന് പരിശീലനം എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളതിനെക്കുറിച്ച് എക്സ്റ്റെൻസീവായിട്ടുള്ള ഒരു രേഖ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മൾ അന്നൊന്നും ഇതിനെക്കുറിച്ച് മാധ്യമങ്ങൾ പറഞ്ഞ് കേട്ടിട്ടില്ല. ഒരു വിദഗ്ധന്മാരും ഇതിനെക്കുറിച്ച് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് കേൾക്കുന്നത് ഈ നവംബർ 1 ഇത് പ്രഖ്യാപിക്കും എന്ന് കാണുമ്പോൾ മാധ്യമങ്ങൾ സടകുടഞ്ഞ് എണീൽക്കുകയും ഇത് ശരിയല്ല എന്നുള്ള മട്ടിൽ പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ കാണുന്ന ഒരു പ്രശ്നമെന്നുള്ളത്, ഈ പദ്ധതി എന്താണ്? ഒരു തരത്തിലും സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളോ സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളോ സർക്കാരിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഭരണത്തിൻ്റെ ആനുകൂല്യങ്ങളോ ഭരണം തന്നെ ഉണ്ടെന്നുവോ ഇതൊന്നും കിട്ടാത്ത അല്ലെങ്കിൽ ഇതൊന്നും അവകാശമായിട്ട് വാങ്ങിയെടുക്കാൻ പറ്റാത്ത നമ്മുടെ നാട്ടിൽ നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന കുറേ മനുഷ്യരെ അങ്ങോട്ട് പോയി കണ്ടുപിടിച്ച്, ഇതൊരു അപേക്ഷ അവർ കൊടുത്തിട്ടില്ല, അങ്ങോട്ട് പോയി കണ്ടുപിടിച്ച് അവരെ അന്തസ്സോടുകൂടി ജീവിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ആക്കുക എന്നുള്ളതാണ് ഈ പ്രോജക്റ്റ് എസെൻഷ്യലി. അപ്പം ഇതിനെ ഇത് നടപ്പാക്കിയത് കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ അധികാര വികേന്ദ്രീകരണം നടത്തിയതിൽ ഏറ്റവും വിജയകരമായ മാതൃകകളിലൊന്ന് കേരളത്തിലേതാണ്. ഈ പദ്ധതി നടപ്പാക്കുന്നത് കേരളത്തിലെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുമാണ്. ഇതിലെ വാർഡ് അംഗങ്ങളാണ് ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ ജനപ്രതിനിധി. അവർ ഗ്രാമസഭകൾ കൂടിയാണ് ഇതിൻ്റെ ഗുണഭോക്താക്കളെ തീരുമാനിക്കുന്നത്. വാർഡ് മെമ്പർമാരാണ് ഇതിനുള്ള ഈ ആളുകളെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത്, മുനിസിപ്പൽ കോർപ്പറേഷൻ, വാർഡ് മെമ്പർമാരിൽ കൗൺസിലർമാരാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ കാര്യങ്ങൾ നടത്തിയെടുക്കുന്ന പഞ്ചായത്തുകളുടെ ഗ്രാമസഭ അല്ലെങ്കിൽ മുനിസിപ്പൽ വാർഡുകളിലെ ഗ്രാമസഭകളാണ്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധ അതിൻ്റെ അകത്ത് ഉണ്ടാകുമ്പോഴും ഏറ്റവും ഗ്രൗണ്ട് ലെവൽ ഈ പ്രോജക്റ്റ് നടപ്പാക്കിയെടുക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിലെ പഞ്ചായത്തുകളാണ്. ഈ പഞ്ചായത്തുകളുടെ ആഭിമുഖ്യത്തിൽ നടത്തി നമ്മൾ പ്രഖ്യാപിച്ച ഒരു കാര്യം, ഇതിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിൽ വളരെ നാച്ചുറലായിട്ട് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഈ സർവേ എങ്ങനെയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത്, കണ്ടെത്തി കഴിഞ്ഞിട്ട് അവർക്ക് എങ്ങനെയാണ് ഓരോ കുടുംബത്തിനും വേണ്ടിയിട്ടുള്ള മൈക്രോ പ്ലാനുകൾ ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് ഈ മൈക്രോ പ്ലാൻ ഇരിക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് രേഖകൾ സംഘടിപ്പിച്ച് ഞാൻ ഇതിനെക്കുറിച്ച് വായിച്ചു നോക്കി. സാധാരണഗതിയിൽ ഏതൊരു മലയാളിക്കും അഭിമാനിക്കാൻ പറ്റുന്ന, ഞാൻ ഉദ്ദേശിക്കുന്നത് LDFO UDFO എന്നുള്ളതല്ല, BJP എന്നുള്ളത് പോലുമല്ല. കാരണം കേരളത്തിൽ 60% പഞ്ചായത്തുകൾ LDFും 30-40 ഇടയ്ക്ക് UDFും ഏതാനും ചില പഞ്ചായത്തുകളും 2 മുനിസിപ്പാലിറ്റിയും BJPയും ഭരിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഈ പ്രോജക്റ്റ് നടന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആളുകൾ ഈ പ്രോജക്റ്റിൻ്റെ ഭാഗമായിരുന്നു. എല്ലാവരുടെയും കൂടിയുള്ള ഒരു പ്രോജക്റ്റാണ്, എല്ലാവരുടെയും കൂടി ഒരു ബേബിയാണ് ഈ എക്സ്ട്രീം പോവർട്ടി എറാഡിക്കേഷൻ പ്രോഗ്രാം എന്നുള്ള EPEP എന്ന് പറയുന്ന ഈ പ്രോജക്റ്റ്. അതിനെ പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ കണ്ടത് ഒരുതരം ശത്രുതാപരമായ മനോഭാവത്തോടു കൂടിയാണ്. അതെന്തിനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവാത്ത കാര്യമാണ്. അതിദാരിദ്ര്യം പെട്ടെന്ന് ഇത് സംസ്ഥാന സർക്കാർ പറയുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് 2021 നടത്തിയ ഒരു സർവേയുടെ 2021-22 നടത്തിയ സർവേയുടെ ഭാഗമായിട്ടാണ്. ദാരിദ്ര്യം എന്നുള്ളത് വളരെ സ്റ്റാറ്റിക്കായിട്ട് നിപ്പിൽ നിൽക്കുന്ന ഒരു സാധനമല്ല. ഇന്നിപ്പം ദരിദ്രനല്ലാത്ത ഒരാൾ നാളെ അതിദരിദ്രനായി മാറാം.
ചിലപ്പം അതിദരിദ്രരായ ഒരാൾ അതിൽ നിന്നും മുക്തനായെന്നും വരും. അവരെ മുക്തരാക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം തന്നെ. അപ്പോൾ ഇത് വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അത് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ഇതിൽ മാറ്റങ്ങളുണ്ടാകും. ഇതിൻ്റെ അകത്ത് നമ്മൾ ഉന്നയിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഇപ്പോൾ നടപ്പാക്കിയ പദ്ധതിയിൽ ഇതിന് ഗുണഭോക്താക്കളായ ആളുകളെ തിരഞ്ഞെടുക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച വന്നിട്ടുണ്ടോ? നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു സോളിഡായിട്ടുള്ള കൃത്യമായി ഇന്ന മാനദണ്ഡങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് തെറ്റായിട്ടുള്ള കാര്യമാണ് എന്ന് ആരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. അതിൽ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തപ്പം ഈ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ഇത് പാസ്സാക്കുന്നത് ഗ്രാമസഭകളാണ്. ഈ ഗ്രാമസഭകൾ പാസ്സാക്കിയ ലിസ്റ്റുകളിൽ അനർഹരായിട്ടുള്ളവർ കടന്നുകൂടിയെന്ന ഒരാരോപണം നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. അവർക്ക് വേണ്ടി ഏറ്റെടുത്ത പദ്ധതികളിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇത് ഇങ്ങനെ നടപ്പാക്കിയാൽ സർക്കാരിൻ്റെ ഉദ്ദേശം ലക്ഷ്യത്തിലെത്തുകയില്ല എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. നമ്മൾ കേട്ടത് മുഴുവൻ കാടടച്ചുള്ള വെടിവെപ്പാണ്. സത്യത്തിൽ ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ അഭിമാനിക്കാൻ, ഈ കേരളത്തിലെ ജീവിക്കുന്ന ഓരോ മനുഷ്യനും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു പ്രോജക്റ്റിനെ അതിവിചിത്രമായ രീതിയിൽ ആക്രമിക്കാനാണ് മിക്കവാറും മാധ്യമങ്ങൾ അതിനുവേണ്ടി സ്ഥലം കണ്ടെത്തിയത്. ഈ പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോൾ നമ്മൾക്കറിയാം, നമ്മളുടെ ഇടയിൽ ജീവിക്കുന്ന 1 ലക്ഷത്തിലധികം മനുഷ്യർ, ഇവരിൽ പലരും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള മനുഷ്യരാണ്. അവരെ തിരഞ്ഞെടുത്ത ആളുകൾ നമ്മളുടെ പഞ്ചായത്ത് മെമ്പർമാരും നമ്മുടെ മുനിസിപ്പൽ കോർപ്പറേഷൻ വാർഡ് കൗൺസിലർമാരുമാണ്. ഇതിൻ്റെയുള്ള പദ്ധതികൾക്കുള്ള പ്രധാനപ്പെട്ട പണം മാറ്റിവെക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള പഞ്ചായത്തുകളും മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമാണ്. അവർക്ക് ലൈഫ് മിഷൻ പോലെയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പ്രോജക്റ്റുകളിൽ കിട്ടുന്ന മുൻഗണന ഈ പ്രോജക്റ്റിൻ്റെ വിജയത്തിലേക്ക് ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ വീടില്ലാത്ത മനുഷ്യർ വീടിനോടുകൂടി താമസിക്കുന്നു എന്നുള്ളതാണ്. ഇത് സത്യത്തിൽ എല്ലാവരും ചേർന്ന് നടപ്പാക്കിയെടുക്കേണ്ട ഒരു പ്രോജക്റ്റാണ്. നടപ്പാക്കിയെടുത്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും ചേർന്ന് അതിൻ്റെ ഓണർഷിപ്പ് ആഘോഷിക്കേണ്ട ഒരു കാര്യമാണ്. ഞാനത് ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, സാധാരണഗതിയിൽ നമുക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ച് വളരെ പരാതികളുള്ളതാണ്. ഏതൊരു മനുഷ്യനെടുത്താലും കേരളത്തിലെ സർക്കാർ ജീവനക്കാരെക്കുറിച്ച് പരാതികളുള്ള മനുഷ്യരെ ഞാൻ ധാരാളം കണ്ടിട്ടുണ്ട്. എനിക്ക് പോലും പലപ്പോഴും പരാതികളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ പദ്ധതിയുടെ കാര്യത്തിൽ കേരളത്തിലെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും കേരളത്തിലെ ബ്യൂറോക്രസിക്കും അഭിമാനിക്കാവുന്ന ജോലി അവർ ചെയ്തിട്ടുണ്ട്. ഇത് അവരുടെ സ്വന്തം പദ്ധതി പോലെ അവർ കണക്കാക്കി അത്രയധികം ഉത്തരവാദിത്തത്തോടുകൂടി, അവിടെ ഇവിടെയും ചില പാളിച്ചകളൊക്കെ ഇപ്പോഴും വന്നിട്ടുണ്ടാകും. അതല്ലെങ്കിൽ ഈ പദ്ധതി പരിപൂർണമായി എന്നുള്ള അവകാശവാദം സംസ്ഥാന സർക്കാരിന് പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു നൂതനമായിട്ടുള്ള പദ്ധതി ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാന സർക്കാരും ഇത്തരം വ്യാപകമായിട്ടൊരു പദ്ധതി നടപ്പാക്കിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചില പാളിച്ചകൾ ഉണ്ടായിരുന്നിരിക്കുക. ഈ പാളിച്ചകൾ ആരും സ്പെസിഫിക്കായിട്ട് ചൂണ്ടിക്കാട്ടിയതായിട്ട് ഞാൻ ഇന്നവരെ ഒരു മാധ്യമവും ചൂണ്ടിക്കാട്ടിയതായിട്ട് ഞാൻ ഇന്നവരെ കണ്ടില്ല. സ്പെസിഫിക്കായിട്ട് ഇന്ന പ്രശ്നമുണ്ട് എന്നാരും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. കാടടച്ചുള്ള വെടികളാണ്. ഇത് അടിസ്ഥാനപരമായി സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, മാധ്യമങ്ങളെ ഗൗരവമായി കാണാൻ ഉള്ള ഒരു മനുഷ്യരുടെ താല്പര്യത്തെ ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ്. കാരണം മനുഷ്യർ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യത്തെ അതല്ല എന്ന് പറഞ്ഞ് ട്രാഷ് ചെയ്താൽ ഇവരെന്താണ് ഈ പറയുന്നത് എന്ന് മനുഷ്യർ ചിന്തിക്കും. എന്ന് മാത്രമല്ല, സർക്കാരുകൾ ചെയ്യുന്ന ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവർ ചെയ്യുമ്പോൾ അത് ചൂണ്ടിക്കാണിച്ചാൽ പോലും മനുഷ്യരത് വകവയ്ക്കാത്ത ഒരവസ്ഥ വരും. കാരണം ഞങ്ങൾക്കറിയാം ഇതെന്താണ് നിങ്ങൾ പറയുന്നതെന്ന്, ഞങ്ങളുടെ അനുഭവത്തിൽ ഞങ്ങൾക്കറിയാമെന്ന് വന്നാൽ ഏതെങ്കിലും കാരണവശാൽ മാധ്യമങ്ങൾ അവരുടെ ക്രെഡിബിലിറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് വളരെ വളരെ വിഷമം പിടിച്ച ഒരു കാര്യമാണ്. ഇത് ഒരു പ്രോജക്റ്റിലല്ല, സർക്കാരുകളെ കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യുക എന്നുള്ള മാധ്യമങ്ങളുടെ പണിയാകുമ്പോൾ അതിൻ്റെ പുറത്ത് കുറച്ച് എഫർട്ടിൻ്റെ ആവശ്യമുണ്ട്. ഈ എഫർട്ട് എടുക്കുക എന്നാൽ അതിന് ബേസിക് ജേർണലിസ്റ്റ് സ്കില്ലുകളാണ്. ആ സ്കില്ലുകൾ ഉപയോഗിച്ച് ട്രെയിനിങ് പ്രോഗ്രാമുണ്ട്, നമുക്കതിനുള്ള മെത്തഡോളജി ഉണ്ട്, ഇതിനു മുമ്പ് പോയ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. അതൊരു നമ്മളിപ്പോൾ പുതുതായിട്ട് ഒട്ടം കണ്ടുപിടിക്കുന്ന പരിപാടിയല്ല. നമുക്കതിനുള്ള മാതൃകകളുണ്ട്. ആ മാതൃകകൾ പിൻചൊല്ലുകയും സർക്കാരിൻ്റെ പദ്ധതിയെ നിശ്ചിതമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നതിന് പകരം കാടൊട്ടിച്ചുള്ള വെടിവെച്ച് കഴിയുമ്പോൾ അത് ജനങ്ങൾക്ക് ഗുണകരമാകുന്നില്ല, നാട്ടുകാർക്ക് ഗുണമാകുന്നില്ല. അടുത്ത പ്രോജക്റ്റ്, ഇപ്പോൾ ആ പ്രോജക്റ്റിന് 2ാമത്തെ ഘട്ടം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ഏതെങ്കിലും ഗുണപരമായൊരു സംഭാവന നടത്താനും പലപ്പോഴും മാധ്യമങ്ങൾക്ക് ആകാതെ വരികയും ചെയ്യുന്നു. ഇത് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ ഡെമോക്രസിയെ ദുർബലപ്പെടുത്തും എന്നുള്ളൊരു ഭയം എനിക്കുണ്ട്. മാധ്യമങ്ങൾ സർക്കാരിൻ്റെ PR ആയിട്ട് പ്രവർത്തിക്കണമെന്നില്ല, പക്ഷേ സർക്കാരിൻ്റെ പദ്ധതികളെ, മനുഷ്യർക്ക് ഗുണകരമാകുന്ന കാര്യങ്ങളെ അതിനെ ഇകഴ്ത്തി കാണിച്ചതുകൊണ്ട് അത് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും വിശ്വസനീയമല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മാധ്യമങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോഴും മനുഷ്യർ അത് വിശ്വസിക്കാത്ത അവസ്ഥ വരും. അത് ഗുണകരമായ ഒരു കാര്യമല്ല. ഈ EPEP പദ്ധതി, അതിദാരിദ്ര്യ മുക്തമായി കേരളത്തെ പ്രഖ്യാപിക്കാനുള്ള ഈ പദ്ധതി ഇനിയും അതിന് 2ാമത്തെ ഘട്ടത്തിലേക്ക് പോവുകയാണ്. എൻ്റെ ആഗ്രഹം
എൻ്റെ പ്രതീക്ഷ കേരളത്തിലെ മാധ്യമങ്ങൾ അവർ കഴിഞ്ഞ 5 വർഷം ഈ പദ്ധതിയോട് കാണിച്ച നിലപാടായിരിക്കില്ല എടുക്കുന്നത്. ഇത് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിൻ്റെ പരിപാടികൾ തുടങ്ങും. അപ്പോൾ വളരെ ഗൗരവത്തോടു കൂടിയും ഈ വിഷയത്തിൽ ഇടപെടുകയും ഇതിൻ്റെ അകത്തെ പോരായ്മകൾ അപ്പോഴപ്പോൾ ചൂണ്ടിക്കാണിക്കുകയും അതിനെ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു പദ്ധതിയാക്കി മാറ്റാനുള്ള ഒരു ശ്രമത്തിൽ, ഒരു സമൂഹത്തിൻ്റെ ശ്രമത്തിൽ പങ്കെടുക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ മാധ്യമങ്ങൾക്കുണ്ട് എന്നെനിക്ക് തോന്നുന്നു.